മെത്രാഭിഷേക കർമ്മത്തിലെ സുപ്രധാനമായ കൈവെപ്പ് കർമ്മമാണ് ഇപ്പോൾ നടക്കുക. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുവാനായി നിയോഗിക്കപ്പെടുന്ന വ്യക്തിയുടെ ശിരസിന്മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലിക കാലം മുതൽ തുടരുന്ന പാരമ്പര്യമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പകർന്നു നൽകപ്പെട്ട അപ്പോസ്തലന്മാർ തങ്ങളുടെ പിൻഗാമികളെ അവരുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ അപ്പോസ്തലിക പിന്തുടർച്ചയിലേക്ക് അവരോധിക്കുന്നത് സഭയുടെ പുരാതന പാരമ്പര്യത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും നാം കാണുന്നുണ്ട്. ഈ കൈവെപ്പ് കർമ്മത്തിലൂടെ നിയുക്ത മെത്രാൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ആൻ്റണി കാട്ടിപ്പറമ്പിലച്ചൻ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നു. പ്രധാന കാർമ്മികൻ്റെ കൈവയ്പ് കർമ്മത്തിന് ശേഷം അപ്പോസ്തലിക കൂട്ടായ്മയുടെ അടയാളമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മെത്രാന്മാരും നിയുക്ത മെത്രാൻ്റെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരാം.
സുവിശേഷ ഗ്രന്ഥാരോപണവും പ്രതിഷ്ഠാപന പ്രാർത്ഥനയും. സൃഷ്ടിയുടെ കാരണവും ജീവദായകവുമായ വചനത്താൽ അഭിഷേകം ചെയ്യുന്നതിൻ്റെ അടയാളവുമായി സുവിശേഷ ഗ്രന്ഥം 2 പരികർമ്മികൾ ചേർന്ന് നിയുക്ത മെത്രാൻ്റെ ശിരസിന് മുകളിൽ തുറന്നു പിടിക്കുന്നു. പ്രതിഷ്ഠാപന പ്രാർത്ഥന കഴിയുന്നതുവരെ ഈ നില തുടരുന്നു. പ്രധാന കാർമ്മികൻ മെത്രാഭിഷേക കർമ്മത്തിൻ്റെ ഹൃദയഭാഗമായ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നു. സഹകാർമ്മികരായ മറ്റെല്ലാ മെത്രാന്മാരും പ്രതിഷ്ഠാപന പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. God, kindly rise. God and Father of our Lord Jesus Christ, Father of mercies and God of all consolation, who dwell on high and look upon the lowly, who know all things before they come to be. It is you who established order in your church through your gracious word, who from the beginning predestined a righteous people born of Abraham, who instituted rulers and priests and did not leave your sanctuary without ministry, who from the beginning of the world have been pleased to be glorified in those you have chosen. Now pour forth upon this chosen one the power that is from you, the governing Spirit, whom you gave to your beloved Son, Jesus Christ, and whom he gave to the holy apostles, who established the church in each place as your sanctuary, to the glory and unfailing praise of your name. Grant, O Father, knower of all hearts, that this your servant, whom you have chosen for the episcopate, may nourish your holy flock and may without reproach exercise before you the high priesthood, serving you night and day, that he may unceasingly cause your face to shine upon us and offer the gifts of your holy church. Grant that by the strength of the Spirit of the high priesthood, he may have authority to forgive sins according to your command, that he may apportion offices according to your precept, and loosen every bond according to the authority you gave the apostles. May he be pleasing to you in meekness and purity of heart, offering a sweet fragrance to you through your Son, Jesus Christ, through whom glory and power and honor are yours, with the Holy Spirit, in the Holy Church, both now and forever and ever. തൈലാഭിഷേക കർമ്മത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. അഹ്റോനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത കാലം മുതലുള്ള വിശുദ്ധ ഗ്രന്ഥ പാരമ്പര്യത്തിൽ സവിശേഷമായ ദൈവനിയോഗം ലഭിച്ച വ്യക്തിയുടെ മേൽ തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ക്രമം നിലനിൽക്കുന്നതായി നമുക്ക് കാണാം. ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ പങ്കുകാരനായി ദൈവം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായി മുഖ്യകാർമ്മികൻ
നിയുക്ത മെത്രാൻ്റെ ശിരസിൽ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. May God, who has made you a sharer in the high priesthood of Christ, himself pour out upon you the oil of mystical anointing and make you fruitful with an abundance of spiritual blessing. തുടർന്ന് സുവിശേഷ ഗ്രന്ഥ ദാനകർമ്മമാണ് നടക്കുക. കത്തോലിക്കാ സഭയിൽ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം മെത്രാനിൽ നിക്ഷിപ്തമാണ്. ഈ അപ്പോസ്തലിക ധർമ്മം ഏറ്റവും വിശ്വസ്തയോടുകൂടെ നിറവേറ്റണം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ പ്രഘോഷണ കർമ്മത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതിക്കൊണ്ടും പ്രധാന കാർമ്മികൻ അഭിവന്യ കർദിനാൾ ഫിലിപ്പ് നേരി പിതാവ്, നവമെത്രാൻ മോൺസിഞ്ഞോർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് സുവിശേഷ ഗ്രന്ഥം നൽകിക്കൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയും നിയന്താവുമായി നിലകൊള്ളുന്നത് വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുമാണ്. കൊച്ചി രൂപതയെ നയിക്കുവാനായി നിയുക്തനായിരിക്കുന്ന അഭിവന്യ പിതാവിൻ്റെ ജീവിതയാത്രയിൽ വിശുദ്ധ ഗ്രന്ഥമെന്നും തണലായി കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കും ഈ സൽക്കർമ്മത്തിൽ പങ്കുചേരാം. Receive the gospel and preach the word of God with all patience and sound teaching. തിരുസഭയിൽ ഒരു മെത്രാൻ്റെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളെയും അധികാരത്തെയും സൂചിപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രതീകങ്ങൾ ഇപ്പോൾ നവമെത്രാനെ ധരിക്കുകയാണ്. തൻ്റെ മണവാളനായ ക്രിസ്തുവിനോട് വിശ്വസ്തനായിരിക്കുന്ന സഭയുമായുള്ള മെത്രാൻ്റെ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് മോതിരം അണിയിക്കുന്നു. Receive this ring, the seal of fidelity, and adorned with undefiled faith, preserve unblemished the bride of God, the Holy Church. മെത്രാൻ ക്രിസ്തുവിൻ്റെ മഹത്വകിരീടത്തിൻ്റെ അവകാശിയാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ അംശപൊടി ധരിപ്പിക്കുന്നു. Receive the mitre and let the splendor of holiness shine in you. So that when the chief shepherd appears, you may merit to receive an unfading crown of glory. മെത്രാൻ തൻ്റെ അജഗണത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ അജപാലന ശുശ്രൂഷയെ ഓർമ്മിപ്പിക്കുന്ന അംശവടി നൽകുന്നു. Receive the crozier, the sign of the pastoral office, and keep watch over the whole flock
in which the Holy Spirit has placed you as bishop to govern the Church of God. മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ട അഭിവന്യ കാട്ടിപ്പറമ്പിൽ പിതാവിന് കൊച്ചി രൂപതയുടെ ഭരണസാരഥ്യം നൽകുന്നതിൻ്റെ അടയാളമായി മുഖ്യ കാർമ്മികൻ ആൻ്റണി പിതാവിനെ പ്രധാന കസേരയിൽ ഉപവിഷ്ടനാക്കുന്നു. കാലം കരുതി വെച്ച നിധി പോലെ നല്ലൊരിടയനെ നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷസൂചകമായി ജനം കരഘോഷം മുഴക്കുന്നു. അഭിവന്യ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ മെത്രാന്മാരുടെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി ക്രിസ്തു സാഹോദര്യത്തിൻ്റെ ചുംബനം നൽകി സന്നിഹിതനായിരിക്കുന്ന മെത്രാന്മാർ ആലിംഗനം ചെയ്യുന്നു.